കൃഷ്ണകുട്ടിയുടെ അതുകൊണ്ട് നമ്മളെ ശൈഖിനോട് നിങ്ങൾ മനസ്സോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് കുറച്ച് ദിവസം ടൈം കൊടുക്കും എന്നുള്ളത് മാത്രമേ അവിടുന്ന് അവിടുന്ന് ഖാജാന്റെ തട്ടും ഭാഗത്ത് നമ്മളൊന്ന് ഒറ്റ ആലോചിച്ചാൽ ഒരുപാട് മഹാന്മാരെ നമ്മൾ കാണുന്നവരാണ്. പോയി കണ്ടിട്ടൊക്കെ എല്ലാവരും അജ്മീർ ഖാജാന്റെ കാലിന്റെ ചുവട്ടിൽ ഒരു റൂമുണ്ടെങ്കിൽ അതായിരിക്കും ഷെയ്ഖ് വീരാണ്. പിന്നെ ഒന്നല്ല ഖാജന ഷെയ്ഖ് ഫരീദ് ഖാജാന്റെ കീഴിലെ അപ്പൊ അതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖിനെ നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എങ്കിൽ ആ സ്നേഹം നിങ്ങൾക്ക് മരിക്കുന്നവരെ അവിടെ തിരിച്ചു നിങ്ങൾക്കും ഉണ്ടാവുമെന്നുള്ളത് യാതൊരു സംശയവും എല്ലാവരെയും നമ്മൾക്ക് ഒരുപാട് സമ്പത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ ഈ സമ്പത്തിന്റെ കാര്യത്തിന് വേണ്ടി കൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമുക്കൊരു എല്ലാവരും ദാനം കൊടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ ദാനം കൊടുക്കാനില്ല. കാരണം നമ്മളെടുത്ത് കൊടുക്കാനില്ല. നമ്മൾ ജോലി ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് നമുക്കൊക്കെ ദാനം ചെയ്യാനുള്ള സമ്പത്ത്, കഴിവ്, ആരോഗ്യം, സമ്പത്ത് നമുക്ക് തന്നാൽ നമുക്ക് ഒരുപാട് ദാനം ചെയ്യാനുള്ള മനസ്സും നമുക്ക് നൽകണം. അതുപോലെ നമ്മുടെ മേത്തൊക്കെ ഒരുപാട് കടങ്ങൾ വീടാതെ ഹബീബായ മുത്തനബിന്റെ റൗളയിലേക്ക് പോയാൽ പോലും ശരിയാവുകയില്ല. മഖ്ബൂലും മഖ്ബൂലുമായ ഹജ്ജും ഉംറയും നടത്തുന്നത് അല്ലാഹുവേ ദുനിയാവിലുള്ള ഞങ്ങളുടെ കടപാടുകളൊക്കെ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ തരണേ. പടച്ചവനെ ഒരു ശരീരത്തിൽ പോലും കടമില്ലാതെ റാഹത്തോടുകൂടി ഹബീബായ മുത്തനബിനെ ഞങ്ങൾ ഒരുപാട് നേരം ഹബീബായ മുത്തനബിന്റെ സലാത്തിൽ ഇവിടെ വെച്ചുകൊണ്ട് ചെല്ലി ഹബീബായ മുത്തനബിന്റെ മൗലൂദുകൾ ഇവിടെ വെച്ചുകൊണ്ട് അള്ളാന്റെ ഒരുപാട് മഹാന്മാരെ ഒരുപാട് ബൈത്ത് ചെല്ലാനാണ് ഒരുപാട് സമയങ്ങൾ 10 മണിവരൊക്കെ നമുക്ക് പെർമിഷൻ ഉള്ളു. അപ്പൊ അതുകൊണ്ട് അത് പെട്ടെന്ന് കഴിക്കാനുള്ളൂ. നിങ്ങൾ നല്ലൊരു കാലിന്റെ ചൂട്ടിൽ നിങ്ങൾ എപ്പോഴാണ് അതിനുള്ള അനുഗ്രഹം എങ്ങനെ വേണ്ടി നമുക്ക് തരും. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ അള്ളാഹു ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണെങ്കിൽ അതുപോലെ നമ്മുടെ ആവശ്യത്തിന് അള്ളാഹു നമ്മളെല്ലാം മക്കളെയും എല്ലാവരെയും സന്തോഷമാക്കി തരട്ടെ. സഹോദരരക്ഷിതാവായ തമ്പുരാനെ ഉപ്പാപ്പാനെ പൊരുത്തത്തിലുമായി കൊണ്ട് മരിക്കുന്നവരെ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവെ നിങ്ങൾ ഉൾപ്പെടുത്തണം. ബഹുമാനപ്പെട്ട ഷെയ്ഖിന്റെ എത്തിങ്ങാനെയുണ്ട് നിങ്ങൾ കല്യാണക്കാൻ ഒരു ദിവസം നിങ്ങൾ അവിടെ പോയിട്ട് ആ സ്ഥാപനത്തിന്റെ ഒരു ചന്ദ്രൻ നോക്കുന്നത് അതൊക്കെ നമ്മളെ ആക്കിയിട്ടല്ല, അതൊക്കെ അവിടുന്ന് തരുന്ന മുതൽ കൊണ്ട് ഞങ്ങളുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ 35,000 സ്ക്വയർ ഫീറ്റോളം ആ ബിൽഡിംഗ് അത് നമ്മളെ ഒരു ഇടങ്ങേറും കൂടാതെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഖാജാന്റെ അവിടുത്തെ പെർമിഷനോട് കൂടിയിട്ടാണ് ഒക്കെ തുടങ്ങിയിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഏതെങ്കിലും ഒരു ദിവസം വരെ 50-50ഓളം കുട്ടികളുണ്ട് അവിടെ. ആ കുട്ടികൾ ദിവസവും സലാത്തുകളും ദിക്റുകളും അവിടെ വെച്ചുകൊണ്ട് അതിനുള്ള പരീക്ഷ അവർക്ക് കിട്ടുന്നു. അതുപോലെ ഈ ബഹുമാനപ്പെട്ട ഷെയ്ഖിന്റെ ഹളറത്തിൽ ഒരു ദിവസം മുടങ്ങുകയും അപ്പൊ ഈ ഉപ്പാപ്പാന്റെ ഹളറത്തിൽ നിങ്ങൾ വന്നവരൊക്കെ നിങ്ങളൊന്നും മനസ്സിലാക്കും എന്റെ മുറാദുകൾ ഹാസിലായി കഴിഞ്ഞാൽ എന്റെ ഉപ്പാപ്പയുടെ ആ ആണ്ടിലേക്ക് എണ്ണാൻ കഴിയുന്ന ഒരു ചാക്കാരിയോ എന്നാൽ കച്ചവടക്കാരും മറ്റുള്ളവരൊക്കെ അവർ ഒരു ഒരു പോത്തോ പൈസ ആയിട്ടൊന്നും നിങ്ങൾ ആരും കൊണ്ടുവരണ്ട. നിങ്ങൾ ആ സാധനം അത് അറുക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ പോകാൻ പാടില്ല. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കഴിവ് നമുക്ക് പെരുമാറാറുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട കീഴക്കര നമ്മൾ ചെയ്തതായ രചിച്ചാണ് അവരുടെ ഒരു നമുക്ക് ദുആ ചെയ്യാം. മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കീഴക്കര സദറത്തുല്ലാഹി ഖായിരി വഅലി ഖദ്ദസല്ലാഹു അസീസ് അൽ ഫാത്തിഹ.